ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. لا يغرنك تقلب الذين كفروا في البلاد متاع قليل ثم مأواهم جهنم وبئس المهاد. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയരായ പണ്ഡിതന്മാർ, ബഹുമാന്യരായ നേതാക്കൾ, സ്നേഹസമ്പന്നരായ നാട്ടുകാർ, സഹോദരങ്ങൾ, ശ്രോതാക്കൾ, സുഹൃത്തുക്കൾ, നമ്മുടെ മഹത്തായ ഈ സംഗമം സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സജ്ജനങ്ങളുടെ സാന്നിധ്യമുള്ള, പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള, പരലോകത്ത് പ്രയോജനമുള്ള വലിയ ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഇഹലോകത്ത് സജ്ജന സമൂഹത്തിലും പരലോകത്ത് സ്വർഗഭവനത്തിലും ഒത്തുചേരാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ആശംസിക്കുന്നു, ദുആ ചെയ്യുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ ധാർമ്മിക യുവജന പ്രസ്ഥാനമായ സമസ്ത കേരള സുന്നി യുവജന സംഘവും ഏറ്റവും ശക്തമായ വിദ്യാർത്ഥി മുന്നേറ്റമായ കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷനും സംഘടിപ്പിച്ചിട്ടുള്ള നമ്മുടെ മഹത്തായ പരിപാടി മാനവികതയെ ഉണർത്തുന്നു എന്ന ശക്തമായ പ്രമേയമാണ് മുന്നോട്ട് വെക്കുന്നത്. മാനവികത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് വർത്തമാനകാല സമൂഹത്തിലെ ഏറ്റവും വലിയ വീഴ്ചയായി, അപജയമായി നമുക്ക് കാണാനുള്ളത്. ഉദാഹരണങ്ങൾ എനിക്ക് 10 പറയാൻ സാധിക്കുമെങ്കിൽ 100 നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓർത്തെടുക്കാൻ കഴിയും. അതിനുമാത്രം അപകടങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയും അതുവഴി പ്രകൃതി ദുരന്തങ്ങൾ പോലും സംഭവിക്കുകയും ചെയ്യുന്നതാണ് ഇന്നിന്റെ ഇതിവൃത്തം. മനുഷ്യത്വം വീണ്ടെടുത്ത് മൃഗീയത കൈയൊഴിച്ച് നല്ലവരായി ജീവിക്കാനുള്ള പ്രതിജ്ഞ പുതുക്കുകയും ആ ഉത്ബോധനം എല്ലാവർക്കും കൈമാറുകയുമാണ് ഈ പ്രചാരണങ്ങളുടെ ലക്ഷ്യമായി നാം കാണുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഡിസംബർ 31, അതിനുശേഷം ജാനുവരി 1 വരുമ്പോൾ ഒരു നിമിഷം നമ്മൾ ആലോചിക്കുക, എന്തെല്ലാമാണ് നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏപ്രിൽ 2 കഴിഞ്ഞാൽ 3, ഡിസംബർ 10 കഴിഞ്ഞാൽ 11, ഒക്ടോബർ 7 കഴിഞ്ഞാൽ 8 എന്നതിനപ്പുറം ഡിസംബർ 31 ജാനുവരി 1 കടന്നു വരുമ്പോൾ ആകാശത്ത് പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഭൂമിയിലും എന്തെങ്കിലും മാറ്റങ്ങൾ ദൃശ്യമല്ല. സ്വശരീരാനുഭവങ്ങളിലും സന്തോഷമുള്ള എന്തെങ്കിലും നമുക്ക് ഓർത്തെടുക്കാനില്ല. കണ്ണിന് കാഴ്ച കുറഞ്ഞു വരുന്നു, കൂടുന്നത് നമുക്കാർക്കും പറയാനാവുന്നില്ല. എന്തെങ്കിലുമൊക്കെ മാറ്റം ശരീരത്തിലുണ്ടെങ്കിൽ അത് സന്തോഷദായകമല്ല. കാതിന് ഘ്രാണശേഷി കുറഞ്ഞു വരികയാണ്. ശരീരത്തിന് രോഗവും ക്ഷീണവുമൊക്കെ വർദ്ധിച്ചു വരുന്ന അനുഭവം. എന്നിട്ടും എന്തോ കോള് കിട്ടിയ പോലെ, ലോട്ടറി അടിച്ചതുപോലെ, നിധി ലഭിച്ചതുപോലെ തെരുവിലിറങ്ങി കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടാൻ ആബാലവൃദ്ധം, വിശേഷിച്ചും മുസ്ലിം ഏരിയകളിലൊക്കെ വളരെ കൂടി വരുന്നത് സങ്കടകരമായ കാഴ്ചയാണ്. മയിലിനെ പോലെ ആടാനും കുയിലിനെ പോലെ പാടാനുമൊക്കെ ഈ അവസരം ഉപയോഗപ്പെടുത്തി ആട്ടവും പാട്ടവുമൊക്കെ പിന്നെ കൂത്താട്ടത്തിലേക്ക് വഴിമാറി
പുലരുവോളം കള്ളുകുടിച്ചെവിടെയെങ്കിലുമൊക്കെ കിറുങ്ങി നടന്ന് അല്പമെങ്കിലും ബോധമുള്ളവർ കുറെയൊക്കെ വിളിച്ചുകൂവി പണം ഒരുപാട് പൊട്ടിച്ചു കളഞ്ഞ് ഉടുമുണ്ടില്ലാതെ എപ്പോഴെങ്കിലുമൊക്കെ വീട്ടിലണഞ്ഞ് ദുരന്തങ്ങളിലേക്ക് ഓരോ ദിവസവും അതല്ലെങ്കിൽ ഓരോ വർഷവും ഈ ഗ്രാഫ് കൂടി വരുന്നത് സങ്കടകരമായ ഒരനുഭവം. ഡിസംബർ 31 ശേഷം ജാനുവരി വരുമ്പോൾ മനുഷ്യരിൽ പലരും ജാൻവറായിത്തീരുന്നു. പറഞ്ഞാൽ തന്നെ തെറ്റല്ല. ഉറുദുവിലും ഫാർസിയിലും പഹ്ലവിയിലും ഇറാനിയിലും സംസ്കൃതത്തിലും മറ്റു പല ഭാഷകളിലും ജാൻവർ എന്ന വാക്കിന് മൃഗം എന്നാണ് അർത്ഥം. മുംബൈയിലെ ജൂഹു തീരത്ത് കഴിഞ്ഞ വർഷം പുതുവത്സരാഘോഷങ്ങൾക്കിടയിൽ 80 ചെറുക്കന്മാർ കള്ളുകുടിച്ച് കൂത്താടി പാട്ടുപാടി തിമർത്തുല്ലസിക്കുമ്പോൾ 2 പെൺകുട്ടികൾ എങ്ങനെയോ അവിടെ വന്നുപെട്ടൊരനുഭവം പത്രങ്ങളിൽ വായിച്ചു. 2 പെൺകുട്ടികളെ കണ്ടപ്പോഴേക്ക് മതോന്മത്തരായ ചെറുക്കന്മാരെല്ലാം കൂടി പാഞ്ഞു വന്നെടുത്തു, ചാടി വീണു, കീറിപ്പറിച്ചു, എല്ലാം സംഭവിച്ചു. ജീവച്ഛവങ്ങളെപ്പോലെ അവസാനം ആ പെൺകുട്ടികളെ ആശുപത്രികളിലേക്ക് ആംബുലൻസുകളിൽ കൊണ്ടുപോകേണ്ടി വന്നു. ഇത് മനുഷ്യർ ചെയ്യുന്നതാണ്. മൃഗീയ ലോകത്ത് ഇതിന് സമാനതകൾ ഇല്ല എന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. 2 പശുക്കിടാങ്ങളെ 80ഓളം മൂരിക്കുട്ടന്മാർ ഈ രൂപത്തിലൊന്നും കാണിച്ചു കൂട്ടുകയില്ല. മുംബൈയിലെ ജൂഹു തീരത്ത് സംഭവിച്ചു പോയതാണ്. അത് മലപ്പുറം കോട്ടപ്പറമ്പിലായാലും കോഴിക്കോട്ട് ബീച്ചിലായാലും തൃശൂരിന്റെ തീരപ്രദേശങ്ങളിൽ എവിടെയായിരുന്നാലും നിലവിട്ട് പെരുമാറുന്ന, മൃഗീയതയെ പുൽകുന്ന, മാനവികത മറന്നുപോകുന്ന ഒരു സമൂഹത്തിൽ ഇതും അതിലപ്പുറവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പത്രങ്ങളിൽ ഓരോരോന്നും നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കും. മൃഗീയതയാണ് ഓരോ ദിവസവും കൂടി വരുന്നത്. ആ മൃഗീയത നമ്മുടെ സമൂഹത്തിന്റെ മുഖച്ഛായ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഉലൈക കൽ അൻആമി ബൽ ഹും അദൽ. മൃഗങ്ങളെപ്പോലെ അതിലും ദയനീയം, ലജ്ജാകരമാണ് ചിലരുടെയൊക്കെ അവസ്ഥ. പരിശുദ്ധ ഖുർആൻ നിരീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ആലോചിക്കണം. ഡിസംബർ 31 ജാനുവരി കടന്നു വരുമ്പോൾ സന്തോഷിക്കാൻ എന്തു ന്യായം? ഖബറിലേക്ക് ദൂരം കുറഞ്ഞു വരികയാണ്. മരണത്തിന്റെ മണിയച്ച കൂടുതൽ കൂടുതൽ അടുത്തടുത്തു വരികയാണ്. കണ്ണിന് കാഴ്ച കുറയുന്നു, കാതിന് കേൾവിശക്തി കുറയുന്നു, ശരീരത്തിൽ ആസകലം ക്ഷീണം പടരുന്നു. പള്ളിക്കുള്ളിൽ പണ്ട് മുസല്ലകളും പായകളും മതിയായിരുന്നു. ബാത്റൂമുകളിൽ യൂറോപ്യൻ സിസ്റ്റങ്ങളൊക്കെ സംവിധാനിച്ച പോലെ പള്ളിക്കുള്ളിലും ഒരുപാട് കസേരകളും യൂറോപ്യൻ മുസല്ലകളും. ഇപ്പോഴത്തെ അവസ്ഥയാണ്. സുന്ദരൻ മാംസപേശികളൊക്കെ വലിഞ്ഞു മുറുകി ആകപ്പാടെ വികൃതമായ അനുഭവമാണ് പ്രായം കൂടുമ്പോൾ നമുക്ക് പറയാനുള്ളത്. തക്കാളി കവിളുകളൊക്കെ നീര് പറ്റിയിട്ട് കൈതച്ചക്ക ആ രൂപത്തിലായി പോകുന്നത് സന്തോഷിപ്പിക്കാനുള്ള ന്യായമാണോ? തൊണ്ടിപ്പഴം പോലിരുന്ന സുന്ദരൻ ചുണ്ടുകളൊക്കെ നീരുപറ്റി വികൃതമായി ചേരട്ടയെപ്പോലെ എത്രമാത്രം കൊട്ടിപ്പാടാൻ നമുക്ക് വകുപ്പുണ്ട് എന്നാലോചിക്കണം. പരിശുദ്ധ ഖുർആനിൽ മുസ്ലിംകളോട്, വിശ്വാസികളോട്, ബോധമുള്ളവരോട്, ചിന്തയുള്ളവരോട് അല്ലാഹു പറയുന്നു, ലാ യഗുറന്നക തഖല്ലുബുൽ ലദീന കഫറൂ ഫിൽ ബിലാദ്. അല്ലദീന കഫറൂ, അങ്ങനെ ഒരു കൂട്ടരുണ്ട്. അല്ലദീന കഫറൂ എല്ലാവർക്കും അറിയാം. അവർക്ക് ഖബർ അറിയില്ല, പരലോകം എന്താണ് പിടിയില്ല, മഹ്ശർ ഒരു ബോധവും ഇല്ല, അള്ളാഹുവിനെ വേണ്ടതുപോലെ അറിയാൻ സാധിച്ചിട്ടില്ല. ലോകത്തിന്റെ മഹാഗുരു ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ വിശുദ്ധമായ മൊഴിമുത്തുകൾ വേണ്ടതുപോലെ ഒന്ന് അറിയാൻ, കേൾക്കാൻ അവസരം വന്നിട്ടില്ല. അങ്ങനെയുള്ള കുറച്ചുപേർ അവര് തുള്ളും, കുത്തിമറിയും, പാട്ടുപാടും, കോപ്രായങ്ങൾ എന്തും വിഹരിക്കും. എവിടെ അതു കണ്ട് പരലോകമുള്ളവർ, മഹ്ശറിനെ കുറിച്ച് ബോധമുള്ളവർ, വിശ്വാസമുള്ളവർ ഇവര് തരം താണുപോകുന്നത് എങ്ങനെ? അല്ലാഹുവിന്റെ ചോദ്യം. അല്ലദീന കഫറു, അവരുടെ വിഹാരം ഫിൽ ബിലാദ്, ഒരുപാട് നാടുകളിൽ നിങ്ങൾ കാണും എന്നാണ് ഖുർആൻ പറയുന്നത്. കാണുകയില്ല എന്നല്ല, കാണാമല്ലോ. വീട്ടിന്റെ ബെഡ്റൂമിലിരുന്ന് നമ്മളിങ്ങനെ വലിയ സ്ക്രീനിലേക്ക് കണ്ണും നട്ട് നമ്മുടെ ബട്ടണുകൾ ഇങ്ങനെ മാറ്റി മാറ്റി നമർത്തിക്കൊടുത്താൽ എല്ലാം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു കാണായി.
ഹോങ്കോങ്ങിലേത്, ബാങ്കോക്കിലേത്, ന്യൂയോർക്കിലേത്, ബുഡാപെസ്റ്റിലേത്, ബുഖാറസ്റ്റിലേത്, എന്തും കളിയാണ്, ചിരിയാണ്, കൊട്ടിക്കലാശമാണ്, കുളിച്ചു കൂത്താടുകയാണ്, എന്തും കാണാം. എന്ത് കണ്ടാലും അല്ലദീന കഫറു, അവരെ പോലെ ആകുന്നത് അഹോ കഷ്ടം. കാരണം അല്ലാഹു പറയുന്നു മതാഉൻ ഖലീൽ, ഇവിടെ ഒരുത്തനെയും അധികമൊന്നും അല്ലാഹു വെച്ചു വാഴിക്കുകയില്ല. സമയമാകുമ്പോ എല്ലാവരും കടന്നുപോകും. വലിയ പോക്കിരി വേഷം കെട്ടിയവരെയൊക്കെ പടച്ചവൻ പീക്കിരിയായി കുളിപ്പിച്ചു കടത്തിയിട്ടുണ്ട്. ജഗജില്ലി, കൊലകൊല്ലി, ചിഹ്നം വിളിച്ചവരൊക്കെ അല്ലാഹു അവർക്ക് പാര പണിതു, വേല കൊടുത്തു. സമയമാകുമ്പോൾ അവർ ചരിത്രത്തിൽ പ്ലേ ബോയ്കളായി, പരിഹാസ്യ കഥാപാത്രങ്ങളായി അവർ തിരശ്ശീലയ്ക്കു പിന്നിലേക്ക് പിൻവാങ്ങി. താനേ കാറ്റടിക്കുമോ? ഇല്ല. കാറ്റടിക്കുന്നതൊക്കെ നമ്മൾ വിളിച്ചു വരുത്തുകയാണ്, കൊടുങ്കാറ്റും മറ്റും. ഡിസംബർ 31 തന്നെ കൊടുങ്കാറ്റടിക്കേണ്ടതുണ്ടോ? ഇല്ല. ഇത് താനേ അടിക്കുന്നതാണോ? അല്ല. വമാ നുർസിലു ബിൽ ആയാത്തി ഇല്ലാ തഖ്വീഫ, എന്റെ ദൃഷ്ടാന്തങ്ങളെ ഞാൻ നിങ്ങളിലേക്ക് അയക്കുന്നത് പേടിപ്പിക്കാനാണ്, വിളിച്ചുണർത്താനാണ്, നിങ്ങളെ ഗൗരവത്തോടെ വിഷയങ്ങൾ ബോധ്യപ്പെടുത്താനാണ് അല്ലാഹു പറയുന്നു. 7 വർഷം മുമ്പ് സുനാമി തിരമാലകൾ 7 വൻകരകളെയും കയ്യിലെടുത്ത് അമ്മാനമാടിയത് നമുക്കൊക്കെ ഓർമ്മയുണ്ട്. ഡിസംബർ 31 ലോകത്താസകലം തീരപ്രദേശങ്ങളിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ആവശ്യമുള്ള എല്ലാ കോപ്പുകളുമായി യുവതയും പ്രായമുള്ളവരുമൊക്കെ കൂത്താടാൻ ഒരുങ്ങി വന്ന നേരത്ത് ഭൂമിക്ക് പ്രസവവേദന. സുമാത്രയിൽ നിന്ന് സുനാമി പൊട്ടിപ്പുറപ്പെട്ടു. 7 വൻകരകളെയും തമ്മിൽ കയ്യിലെടുത്ത് അമ്മാനമാടി. കേരളത്തിന്റെ തന്നെ തീരപ്രദേശങ്ങളിൽ കൊല്ലം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലൊക്കെ ആയിരക്കണക്കിന് ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു. ഭവനരഹിതരായ അവർക്ക് റേഷൻ കാർഡ് കൊടുത്തോ ആവോ, അവരാരെയും ഇന്നും പുനരധിവസിപ്പിച്ചിട്ടില്ല. അവരുടെയൊക്കെ ആർത്തനാദങ്ങൾ ഇപ്പോഴും നമ്മുടെ കാടുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭരണകൂടങ്ങൾ മാറി വന്നിട്ടുണ്ട്, ആർക്കും അധികമൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇതാണ് കാര്യമെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോ ഒരു പേര് വെച്ചാൽ പിന്നെ നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. താനേ ഒരു പേര്. സുനാമി ഒരു പേരാണ്, കത്രീന ഒരു പേരാണ്. പേര് വയ്ക്കാനേ നമുക്കറിയുള്ളൂ. കൂടുതലൊന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ ഒരവസ്ഥ വെറുതെ ഉണ്ടാകുന്നതല്ല. വമാ നുർസിലു ബിൽ ആയാത്തി ഇല്ലാ തഖ്വീഫ അഫഅമിനു മക്റല്ലാഹ്. ഇങ്ങനെ ഉണ്ടില്ലാതെ ചാടിക്കളിക്കുമ്പോ, പുലരുവോളം കൂകി വിളിക്കുമ്പോ, തോന്നിവാസങ്ങൾ കാണിച്ചു കൂട്ടുമ്പോ ആരുണ്ടടാ ചോദിക്കാൻ? അരാജകത്വം നാട്ടിൽ നടമാടുമ്പോ ഇടയ്ക്ക് ഒരു കൊട്ട് പടച്ചവൻ വെച്ചു തരും. അതൊക്കെയേ സംഭവിക്കുന്നുള്ളൂ. എന്താണ് റബ്ബിനെ കുറിച്ച് നിങ്ങൾ കരുതിയത് എന്ന് പരിശുദ്ധ ഖുർആന്റെ ചോദ്യം. അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. ഒരു ബോധവുമില്ലാത്തവർക്ക് മാത്രമേ അങ്ങനെ നിലവിട്ട് പെരുമാറാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അല്ലദീന കഫറു, അവരൊരു പക്ഷേ അങ്ങനെയായിരിക്കും. അത് കൂടുതലൊന്നും നാം പ്രതീക്ഷിക്കേണ്ടതുമില്ല. അവരെക്കാൾ മോശമായ ഒരു അവസ്ഥയിലേക്ക് തരം താണുപോകുന്നത് എന്തുമാത്രം സങ്കടകരം. ഉദാഹരണം, മരണ വീടുകളിലൊക്കെ ചെറിയ കുഞ്ഞുങ്ങൾ. വീട്ടിൽ എന്താ സംഭവിച്ചത് ആ കുഞ്ഞുങ്ങൾക്കറിയില്ല. ആ കുഞ്ഞുങ്ങൾ വലിയ സന്തോഷത്തിലാണ്, ഉന്മാദത്തിലാണ്, ലഹരിയിലാണ്. ആ കുഞ്ഞുങ്ങളുടെ മുഖത്തൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ആ കുഞ്ഞുങ്ങൾ അകത്ത് കയറി സിസ്റ്റം ഓൺ ചെയ്ത് കമ്പ്യൂട്ടറുമായി സല്ലപിക്കുകയാണ്. ആ കുഞ്ഞുങ്ങൾ കൈകളിൽ മൊബൈലുകൾ പിടിച്ച് ട്യൂണുകൾ ആസ്വദിക്കുകയാണ്. ആ കുഞ്ഞുങ്ങൾ കരുതിയത് വീട്ടിലെന്തോ സൽക്കാരമാണ്, പാർട്ടിയാണ്. വലിയ സൽക്കാരം എന്തെങ്കിലും റോഡിന്റെ ഓരത്ത് നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഇനം തിരിച്ച് കണക്കെടുക്കുകയാണ്. സ്കോഡ 18, ഇന്നോവ 12 എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ. പഴയ കാലത്താണെങ്കിൽ ആ കുട്ടികൾ ചോദിക്കും, ആ കുട്ടികൾ പാട്ടുപാടും, വിശറി വീശും, ബലൂണ് ഊതും, പട്ടം പറപ്പിക്കും, എന്തെല്ലാമോ പരിപാടികൾ. ഇടക്കകത്തേക്ക് കയറി വന്നിട്ട് ഐസ്ക്രീം ആയില്ലേ, പായസം എവിടെയെന്നൊക്കെ ചോദിച്ചു. ഈ കുട്ടികളെ നിസ്സഹായതയും ആ കുട്ടികളുടെ ആ ദയനീയമായ അവസ്ഥയും അവർ വെളിപ്പെടുത്തുമ്പോൾ സത്യത്തിൽ അകത്തുള്ള ഉമ്മമാർ ചങ്കില് വേദന വിങ്ങുകയാണ്, കണ്ണുകളിൽ ഇരുട്ട് കയറുകയാണ്, അവര് ദുഃഖം കടിച്ചമർത്തുകയാണ്. അല്ലാ, ആ ചെറിയ കുട്ടി അടുത്ത ദിവസം അനാഥാലയങ്ങളിലേക്ക് എങ്ങോട്ടെങ്കിലും പോകണമല്ലോ പടച്ചോനെ.
ഇത്ര ചെറുപ്പത്തിൽ അത് അനാഥയായി പോയല്ലോ തമ്പുരാനെ. അതിന്റെ ഉമ്മ വളരെ ചെറിയ പ്രായമുള്ളൊരു യുവതി, അവൾക്ക് വൈധവ്യം വന്നു ചേർന്നല്ലോ എന്ന് പറഞ്ഞു എല്ലാവരും നെഞ്ചത്തൊഴിയുമ്പോ, കണ്ണീര് തുടക്കുമ്പോ, ഗദ്ഗതങ്ങൾ അടക്കാൻ പാടുപെടുമ്പോ കുട്ടികൾ എന്തറിഞ്ഞു വിഭോ? ഈ കുട്ടികൾ ഇങ്ങനെ ഒച്ച വെച്ച് കിലുക്കാൻ പെട്ടികളെ പോലെ ചിരിച്ചാർത്തുല്ലസിച്ച് വർണ്ണത്തുമ്പികളെ പോലെ പാറിപ്പറന്ന് നടന്ന് ചിത്രശലഭങ്ങളെ പോലെ കണ്ണുകൾക്ക് കൗതുകമായി എന്നെല്ലാം ഇതുപോലെ കുറെ പേര് പാടും, ചാടും, തൊള്ളും, കുത്തിമറിയും. ഖബറ്, പരലോകം, മഹ്ശർ ഒന്നും ഓർമ്മയില്ല. അതേപോലെ അതിലും ഭീകരം ആയി പോകുന്നത് എന്തൊരു സങ്കടം വിശ്വാസികളോട് അള്ളാഹു ചോദിക്കുന്നു, പ്രിയപ്പെട്ട സഹോദരന്മാരെ. എന്നിട്ട് അള്ളാഹു പറയുന്നു, മതാഉൻ ഖലീൽ, ആരെയും ഞാൻ കുറെ ഒന്നും വെച്ച് വാഴിക്കുകയില്ല. ചെമ്മീൻ തുള്ളിയാൽ ചട്ടിയിലോളം, അതിനപ്പുറമൊന്നും ഒരുത്തനും പോവുകയില്ല. സുമ്മ മഅവാഹും ജഹന്നം, ഞാൻ പിന്നെ വേല കൊടുക്കും, അവർക്ക് പണി കൊടുക്കും, ഞാൻ അവരെ കുളിപ്പിച്ചു കിടത്തും. ഞാൻ സമയമാകുമ്പോ അവൻ ആവശ്യത്തിന് ജോലി കൊടുക്കും. അള്ളാഹു പറയുന്നു, നരകമെന്ന മഹാസങ്കേതത്തിലേക്ക് പിൻവാങ്ങിയ എത്രയെത്ര ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. വഹാബ കുല്ലു ജബ്ബാരിൻ അനീദ്, പോക്കിരികളെയൊക്കെ പടച്ചവൻ വെട്ടിനിരത്തി. എത്രയെത്ര അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ. ഫറോവ കടന്നു വരുന്നു. അവൻ ചെയ്തു കൂട്ടിയത് മൃഗീയതയാണ്, വാദിച്ചത് ദിവ്യത്വമാണ്. ദിവ്യത്വം വാദിച്ചു, മൃഗീയത ചെയ്തു കൂട്ടി. മൂസാ നബി അലൈഹിസ്സലാം മഹാപ്രവാചകൻ അവനോട് പറഞ്ഞു, മാനവികത, മാനവികത. മനുഷ്യനാണ്, അത് ഓർമ്മ വെച്ചോ, മൃഗമാകാൻ പാടില്ല. ശ്രദ്ധിച്ചോ, ദൈവം അമ്മാതിരി ബടായിയൊന്നും മനുഷ്യന്റെ വായിന്ന് വരാൻ പാടില്ല. ഒന്നിനും പറ്റാത്ത ഈ ഒരുത്തൻ ദൈവമോ? എന്തും മണ്ടത്തരമാണ് ഈ പറയുന്നത്. പൈപ്പിൽ വെള്ളമില്ല, ആ ദിവസം ദൈവത്തിന് കുളിക്കാനാവില്ല, മണത്തിട്ട് മറ്റാരും അടുക്കുകയുമില്ല. എന്തൊരു സങ്കടം. ഒന്നൽപ്പം വേദനയോടെ അമർത്തി തടവി കക്കൂസിലിരിക്കുകയാണ് കുറെ നേരം. ഒടുവിൽ എങ്ങനെയോ കഴുകിയെന്ന് വരുത്തി വന്നിട്ട് കൈ മണപ്പിച്ചു നോക്കുകയാണ്. ഈ അവസ്ഥയാണ്. പടായി കേട്ടാൽ ദൈവമാണ്, അതിലും അപ്പുറമാണ്. സങ്കടം തോന്നുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ആ വീരവാദങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. മേഘാലയ സംസ്ഥാനത്തിന് 5 മുഖ്യമന്ത്രിമാർ. ഈയിടെ നമ്മൾ പത്രങ്ങളിൽ വായിച്ച പരിഹാസകരമായൊരു വാർത്ത. ഒരു സംസ്ഥാനത്തിന് ഒരു മുഖ്യമന്ത്രിയെയാണ് ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത്, MLA-മാർ തെരഞ്ഞെടുക്കുന്നത്. പക്ഷേ പാർട്ടിയിലെ ഏമാന്മാരെമ്പാടും കാണും. എല്ലാവരെയും കൂടി തൃപ്തിപ്പെടുത്താൻ പിന്നെ ഹൈക്കമാൻഡ് കാണുന്ന ഒരു മാർഗം, അയാൾക്കും എസ്കോർട്ട് പൈലറ്റ് വാഹനങ്ങളായിക്കോട്ടെ, അദ്ദേഹത്തിനും കുറെ സ്റ്റാഫും ശിങ്കിടികളും കിടക്കട്ടെ, എന്നിട്ട് ജനങ്ങളുടെ ചെലവിൽ 5ഓ 6ഓ പേരെയൊക്കെ മുഖ്യമന്ത്രിമാരായി വാഴിച്ച് ഈ രൂപത്തിൽ നികുതിപ്പണം തിന്നു തീർക്കുന്നൊരവസ്ഥ ഒരു സംസ്ഥാനത്ത് ഉണ്ടായപ്പോൾ പരിഹാസപൂർവം പത്രങ്ങൾ അതൊക്കെ ഒന്നാകെ എഴുതി ലോകത്തെ അറിയിച്ചുവെങ്കിൽ, ഒരു ബോർഡിന് 2 ചെയർമാൻമാർ, ഒരു പഞ്ചായത്തിന് 2 പ്രസിഡന്റുമാർ, ഒരു സംസ്ഥാനത്തിന് 4ഓ 5ഓ മുഖ്യമന്ത്രിമാർ. അയ്യേ, കഷ്ടം. ശരി, ഒരു ലോകത്തിന് എത്ര ദൈവം കൊള്ളും? എത്ര എണ്ണം പറ്റും? എല്ലാവർക്കും ആലോചിക്കാവുന്നതാണ്. നോ മോർ കമന്റ്സ്. കൂടുതലൊന്നും അത് സംബന്ധമായി പറയേണ്ടതില്ല. മനുഷ്യന് ദിവ്യത്വം അവകാശപ്പെടരുത്, ദൈവികത വാദിക്കരുത്, മൃഗീയത പുൽകരുത്, മാനവികത അത് മനുഷ്യന് നല്ല രൂപത്തിൽ ഓർമ്മ വേണം. അത് പറഞ്ഞുകൊണ്ടേയിരുന്നു പ്രവാചകന്മാരെല്ലാവരും. ഒടുവിൽ ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും. ചരിത്രത്തിന്റെ ദശാസന്ധികളിൽ നമ്മൾ കാണുന്ന ഒരുപാട് മഹാപ്രവാചകന്മാരുണ്ട്. മാനവികതയായിരുന്നു അവർ സമൂഹത്തോട് പേർത്തും പേർത്തും പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടേയിരുന്നത്. മൂസാ അലൈഹിസ്സലാമിനെ അള്ളാഹു പറഞ്ഞേക്കുകയാണ്, ഫറോവയുടെ അടുത്തേക്ക് പോകണം. ആരാണ് ഫറോവ? ആരോ പറഞ്ഞു ഫറോവയോട്, അധികാരത്തിന് വെല്ലുവിളി വരുന്നു ചില കുഞ്ഞുങ്ങൾ, അവർ നിന്നെ ഒരുപക്ഷെ ചോദ്യം ചെയ്തേക്കും. ഇസ്രായേലി സമൂഹത്തിലെ കുഞ്ഞുങ്ങളെ മുഴുവനും, ആൺകുട്ടികളെ മുഴുവനും തെരഞ്ഞുപിടിച്ച് കാലും കയ്യും കൂട്ടിപ്പിടിച്ച് പാറപ്പുറത്ത് തലയടിച്ച് പൊട്ടിച്ച് കൊന്നുകളഞ്ഞ ഫറോവ മൃഗീയതയെ ചെയ്തിട്ടുള്ളൂ. യുഖത്തിലൂന അബ്നാഅഹും വയസ്തഹ്യൂന നിസാഅഹും. സ്ത്രീകളെ കൂട്ടം കൂട്ടമായി ക്യാമ്പുകളിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുക, കുഞ്ഞുങ്ങളെ തലയടിച്ച് പൊട്ടിച്ച് കൊല്ലുക.
ചെയ്തത് മുഴുവനും കാബാലികത, നിഷ്ഠൂരത, ഫറോവയുടെ പ്രവർത്തനങ്ങൾ. ആ ഫറോവയോട് വേദമോദാൻ, മാനവികത പറയാൻ അള്ളാഹു നിശ്ചയിച്ചു. മൂസ അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ അവനെ പോയി ബോധവൽക്കരിക്കണം. മൂസ അലൈഹിസ്സലാം പറഞ്ഞു, പടച്ച തമ്പുരാൻ, എനിക്ക് ഇത്തിരി സംസാരിക്കാൻ തടസ്സമുണ്ട്. എന്റെ ഒരു സഹോദരൻ നല്ല പ്രഭാഷകനാണ്, ടോക്കറ്റീവ്, വാചാലമാണ് സംസാരം. മൂപ്പരെ കൂടി കിട്ടിയാൽ വഅഖി ഹാറൂൻ ഹുവ അഫ്സഹു മിന്നീ. ഈ ശബ്ദം ഒറ്റപ്പെട്ടു പോകരുത്, ഇതറിയാതെ പോകരുത്, ഇതാരും ശ്രദ്ധിക്കാതെ പോകരുത്. ഒരു നല്ല പ്രഭാഷകന്റെ സഹായം ബോധവൽക്കരണത്തിന് ആവശ്യമെങ്കിൽ ആ പ്രവാചകൻ, അതെ, അദ്ദേഹം കൂടി വരട്ടെ. ഹാറൂൻ അലൈഹിസ്സലാമിന് അള്ളാഹു നുബുവത്ത് നൽകി, റിസാലത്ത് നൽകി. അള്ളാഹു മൂസാ നബിയോടൊപ്പം പറഞ്ഞേക്കുകയാണ്. മൂസാ നബിയോടൊപ്പം പറഞ്ഞേച്ചു. എവിടെ എത്തി? അള്ളാഹു പറയുന്നു, ഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. ഫറോവ കുട്ടികളെ കൊന്ന കാബാലികനാണ്, വല്ലാതെ ദ്രോഹിച്ചവനാണ്, ചിഹ്നം വിളിക്കുന്ന ആ ഒരു കൊലയാളി. അവൻ നന്നായി കൂടുന്നുണ്ടോ? ലഅല്ലഹു യതദക്കറു യഖ്ശാ. മൂരാച്ചി നന്നായി കൂടുന്നുണ്ടോ? ബോധവൽക്കരണം നിങ്ങളെ ജോലിയാണ്. നന്നായാലോ ഫറോവയെ നന്നാക്കാനാണ് മൂസാ നബിയെ അള്ളാഹു പറഞ്ഞേക്കുന്നതെങ്കിൽ നമുക്കാരോടാ പ്രസംഗിച്ചുകൂടാത്തത്? ആരെയാണ് ഒഴിവാക്കാനുള്ളത്? ഒരാളെ ഒഴിവാക്കാനില്ല. ലഅല്ലഹു യതദക്കറു യഖ്ശാ. നന്നായാലോ? ഉത്തരവാദിത്തം അതാണ്. ചരിത്രത്തിലെന്നും മഹാന്മാരായ പ്രവാചകന്മാർക്ക്, ആ പ്രവാചകന്മാരുടെ യഥാർത്ഥ അനന്തരാവകാശികളായ പണ്ഡിത മഹത്തുക്കൾക്ക്, മൂസാ നബി അലൈഹിസ്സലാമും ബഹുമാനപ്പെട്ട ഹാറൂൻ അലൈഹിസ്സലാം രണ്ടുപേരും പോയി ഫറോവയോട് പിന്നെയും അവർ പറഞ്ഞു, മാനവികത മുറുകെ പിടിക്കാൻ ആവശ്യപ്പെട്ടു. മൃഗീയത കൈയൊഴിക്കണം, ദിവ്യത്വം, വടായിയൊക്കെ അവസാനിപ്പിക്കണം. അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ് വലിയ ഉടയ തമ്പുരാൻ, വലിയ ദൈവം എന്നൊക്കെയായിരുന്നു ആ മനുഷ്യൻ പറഞ്ഞുകൊണ്ടേയിരുന്നത്. മൂസാ അലൈഹിസ്സലാമിന്റെ ലക്ഷ്യം നേടിയോ? ഫറോവ നന്നായില്ലെങ്കിലും ഒരുപാട് ജനങ്ങൾ നന്നായി. അവര് ബോധം ഉൾക്കൊണ്ടു, അവര് പാഠങ്ങൾ സ്വീകരിച്ചു, അവര് നല്ലവരാകാൻ തീരുമാനമെടുത്തു. മൂസാ അലൈഹിസ്സലാം വലിയ ഒരു ജനതയെ തനിക്ക് ചുറ്റുമുണ്ടാക്കിയെടുത്തു. അള്ളാഹു പറഞ്ഞു, സമയമായി, ഇനി പോകാനുണ്ട്, ഒരു മഹത്തായ യാത്ര. ആ യാത്ര പോകണം. അതിന് ഈ മിസ്ർ പറ്റില്ല. മെസപ്പൊട്ടോമിയയിൽ നിന്നും ഈജിപ്തിൽ നിന്നും ഇവിടെ നിന്നുമല്ല പോവുക. നിങ്ങൾക്ക് പോകാനുള്ളൊരു യാത്ര. ആ യാത്ര അക്കരയ്ക്കാണ്, അപ്പുറത്ത് പലസ്തീൻ, അങ്ങോട്ട് പോകണം എന്ന് അള്ളാഹുവിന്റെ ഉത്തരവ്. മൂസാ നബി അലൈഹിസ്സലാം അതാ വരുന്നു അനുയായികൾക്കൊപ്പം. മഹത്തായ മാനവികതയുടെ ആ വലിയ ചൈത്രയാത്ര. മൂസാ അലൈഹിസ്സലാം വന്നു നിൽക്കുന്നു. നൈൽ നദിയും ചെങ്കടലും തമ്മിൽ ചേരുന്ന ചരിത്രത്തിന്റെ ആ വല്ലാത്ത മുഹൂർത്തത്തിലേക്ക്, ഭൂമിയുടെ ആ വല്ലാത്ത സന്നിഗ്ധതയുടെ പ്രദേശത്തേക്ക് ബഹുമാനപ്പെട്ട മൂസാ അലൈഹിസ്സലാമും ഖൗമും വന്നു ചേരുന്നു. അള്ളാഹു പറയുന്നു, അക്കരേക്ക് പോവുക. കപ്പലില്ല, ഒരു ഭാഗത്ത് കടൽ, മറുഭാഗത്ത് നദി, അഴിമുഖം, തമ്മിൽ ചേരുന്ന ഇടം, തുള്ളിക്കളിക്കുന്ന തിരമാലകൾ മാത്രം. മൂസാ അലൈഹിസ്സലാമിന്റെ കൈവശം കപ്പലില്ല, ബോട്ടുകളില്ല, തോണികളില്ല, മരപ്പലകകൾ ഇല്ല, ചങ്ങാടം ഒന്നുമില്ല, വാഴപ്പിണ്ടി പോലും സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. മൂസാ അലൈഹിസ്സലാമിനോട് അള്ളാഹ് പറഞ്ഞു, സാരമില്ല, ഒരു പ്രശ്നവുമില്ല, നിങ്ങളുടെ കൈകളിൽ ഞാൻ തന്ന നല്ലൊരു കൊടിയുണ്ട്, ശക്തമായ ഒരു വടിയുണ്ട്. ആ വടി കൊണ്ട് സമുദ്രത്തെ അങ്ങ് അടിച്ചോളൂ, നിങ്ങൾക്ക് മറുകരയ്ക്ക് പോകാൻ കഴിയും. റിസാലത്തിന്റെ, നുബുവ്വത്തിന്റെ ബറക്കത്തുള്ള ഒരു കൊടി, അല്ലെങ്കിൽ ഒരു വടി, അല്ലെങ്കിൽ ഒരു മുടി അതിർപ്പമാണ്, അത്ഭുതമാണ്. വിശ്വാസികൾക്ക് നിരാകരിക്കാൻ സാധിക്കില്ല. ലോകം ഗതി മാറുകയാണ്, സമുദ്രം മരവിച്ചു നിൽപ്പാണ്, പുഴകൾ ചരിത്രത്തിന്റെ ദശാസന്ധികളിൽ അവയുടെ ചരിത്രം മാറ്റി എഴുതപ്പെടുകയാണ്. ഫറോവ മൂസാ അലൈഹിസ്സലാമിനെ നോക്കി നിൽക്കുന്നു. മൂസാ അലൈഹിസ്സലാം വടികൊണ്ട് വെള്ളത്തിലടിക്കുന്നു. ഫംഫലഖ കുല്ലു ഫിർഖിൻ കത്തൗദിൽ അളീം. പരിഹസിച്ച് SMS അയക്കുന്നവൻ എന്തൊക്കെയോ അവർക്ക് പറയാലോ, എന്തൊക്കെയോ അവർക്ക് ഇനിയും പറയാലോ. ഇവിടെയും ഒരുപാട് നുരുമ്പിരിയാരം അവർക്കൊക്കെ പറഞ്ഞുകൂട്ടാമല്ലോ. സുഹൃത്തുക്കളെ, പിതൃശൂന്യമായ പരിപാടികൾക്കൊന്നും ആരും നടക്കരുത്. മൂസാ അലൈഹിസ്സലാം
ബഹുമാനപ്പെട്ട ആ പ്രവാചകൻ വടികൊണ്ട് സമുദ്രത്തെ അടിച്ചപ്പോൾ കാരിരുമ്പ് മതിലുകൾ പോലെ, കരിങ്കൽ ഭിത്തി പോലെ രണ്ടു ഭാഗത്തും വെള്ളം മാറി നിന്നു. പരിശുദ്ധ ഖുർആൻ. ആ ജലപ്രവാഹത്തിന് നടുവിൽ മൂസ അലൈഹിസ്സലാം കണ്ടത് ത്വരീഖൻ യബസൻ, ഉണങ്ങിയ വഴി എന്ന് പരിശുദ്ധ ഖുർആൻ. റോഡ് നന്നാകണോ? വെള്ളം ഒലിച്ചു പോകണം. എന്നിട്ട് റോഡ് എപ്പോഴും ഉണങ്ങിക്കാണണം. ആ റോഡ് ഗതാഗത യോഗ്യമായിരിക്കും. കൂടെ കൂടെ എന്നും ഉടച്ചു വാർക്കേണ്ടി വരില്ല. നമ്മുടെ നാടുകളിലൊക്കെ മറിച്ചാണ് അനുഭവം. അതിന്റെ വേദനകൾ നമ്മൾ എന്നും പങ്കുവെക്കുകയുമാണ്. ഈയിടെ ഏതോ ഒരു മന്ത്രി പറഞ്ഞു കേരളത്തിലെ കുളങ്ങളൊക്കെ സംരക്ഷിക്കും. എനിക്കത് കേട്ടപ്പം വലിയ ബേജാറായി. പടച്ചവനെ, റോഡുകളൊക്കെ ഇനിയും അങ്ങനെ കിടക്കൂന്നല്ലേ ഇയാൾ പറയുന്നത്? അങ്ങനെ ആവാനാണ് സാധ്യത. കഴിഞ്ഞ ഓണക്കാലം ആവേലി തമ്പുരാൻ നേരത്തെ തന്നെ കേരളത്തിലെത്തി. കാരണം ഇവിടെ നിന്ന് പാതാളം വരെ റൂട്ടുകളൊക്കെ ക്ലിയർ ആയിരുന്നു. ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. ത്വരീഖൻ യബസൻ, റോഡ് ഇങ്ങനെ കാണപ്പെട്ടു. തൊട്ട് മുമ്പത്തെ നിമിഷം വരെ കടലാണ്, വലിയ സമുദ്രം, വലിയ പുഴയാണ്, മഹാജലപ്രവാഹം. ഒരു വടി കൊണ്ട് കാണിച്ച അത്ഭുതം. ത്വരീഖൻ യബസൻ, വെള്ളത്തിന്റെ നനവ് പോലുമില്ല. ആ നനവ് പോലുമില്ലാത്ത ഇടത്തിലൂടെ ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാം മറുകരയ്ക്ക് പോയി. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ആലോചിക്കണം. മഹാനായ മൂസ അലൈഹിസ്സലാം അക്കരയ്ക്ക് പോയി. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞത് എന്താണ് ഖൗമിനോട്? അപ്പുറത്ത് നോക്കല്ല, ഇപ്പുറത്ത് നോക്കല്ല, അവിടെ വെള്ളം, ഇവിടെ വെള്ളം, പിന്നിൽ ചെകുത്താൻ. ബിറ്റ്വീൻ ഡെവിൾ ആൻഡ് സീ, ചെകുത്താനും കടലിനുമിടയിൽ. ആ പല്ലവി, ആ ശൈലി അങ്ങനെ വന്നതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തവണ ഈ വെല്ലുവിളികൾ നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. കടലൊരു ഭാഗത്ത്, വേഷം കെട്ടിയ ചെകുത്താന്മാർ ചിലപ്പോൾ മറ്റൊരു ഭാഗത്ത്. എന്തു ചെയ്യും? ഒരു പ്രശ്നവുമില്ല, ഒരു പ്രശ്നവുമില്ല. മൂസ അലൈഹിസ്സലാം ജൈത്രയാത്രയുടെ മുന്നിലുണ്ട്. മഹാനവർകൾ പറഞ്ഞു, പോരു പോരു കൂട്ടരെ, നമുക്ക് മുന്നോട്ട് പോകാം. മൂസ അലൈഹിസ്സലാം അക്കരയ്ക്ക് പോയി. ആ മഹാപ്രവാചകന്റെ സന്ദേശം നമ്മൾ വായിക്കുന്നു. മുരീദി തമസ്സക് ബി വകും ബി വാസിഖാ അഹ്മീക ഫിദ്ദുനിയാ വയൗമൽ ഖിയാമത്തി. എന്നെ പിടിച്ചവർ ഏതും പേടിക്കേണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. അലതുള്ളി പാഞ്ഞു വരുന്ന കടലുണ്ടോ? പേടിക്കണ്ട, ഞാൻ മുന്നിലുണ്ടോ എന്ന് നോക്കിയാ മതി. ഞാൻ ആരാണ്? റസൂലാണ്. ഞാൻ ആരാണ്? നബിയാണ്. ഇജാസത്തുള്ളൊരു യാത്ര അള്ളാഹു സമ്മതം തന്നിരിക്കുന്നു. എന്തിനു പേടിക്കണം? പോരു പോരു കൂട്ടരെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസ അലൈഹിസ്സലാം അക്കരേക്ക് മാനവികതയുടെ മഹത്തായ ചൈത്രയാത്ര മൂസ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ. ഇതാണ് മഹത്തുക്കളുടെ മാർഗവും ശൈലിയും. 500 കൊല്ലത്തിനിപ്പുറം ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസ അലൈഹിസ്സലാം അതേ സന്ദേശം, അതേ ചൈത്രയാത്ര ആവർത്തിച്ചു. നമുക്ക് ചരിത്രത്തിൽ കാണാം. ഗോലാൻ കുന്നുകളിലേക്ക് ജോർദാനിൽ നിന്ന്, ജോർദാൻ നദിയും മറികടന്ന് ബഹുമാനപ്പെട്ട ഈസ അലൈഹിസ്സലാം മഹാപ്രവാചകൻ പോകുന്നു വെള്ളത്തിനു മുകളിലൂടെ. ഈസ അലൈഹിസ്സലാം പറഞ്ഞു, താഴെ വെള്ളം നോക്കരുത്, നോക്കരുത്. മുന്നിൽ ഞാനുണ്ടോ? അത് നോക്കിയാ മതി. എന്റെ തല മുന്നിൽ ഉയർന്നു കാണാം. എന്റെ കൂടെ പോരിക. ഞാൻ ആരാണ്? ദൈവമല്ലെങ്കിലും, ദൈവത്തിന്റെ മകനല്ലെങ്കിലും, ദൈവത്തിന്റെ പ്രതിപുരുഷനല്ലെങ്കിലും ദൈവത്തിന്റെ പ്രവാചകനാണ്, ഇജാസത്തുള്ളയാളാണ്, റിസാലത്തും നുബുവ്വത്തും. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. വെള്ളത്തിന് മുകളിലൂടെ ഞാൻ അക്കരയ്ക്ക് പോകും, നിങ്ങളും എന്റെ കൂടെ പോരും. ഇതാണ് മഹത്തുക്കള ശൈലി. അവിടെയാണ് മുറുകെ പിടിച്ചവർക്കുള്ള ഗുണവും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മൾ ഒരു എസ്എംഎസും കണ്ട് പേടിക്കില്ല. നമ്മുടെ ആരുടെ തിട്ടൂരങ്ങൾക്കും ഇക്കാലം അത്രയും വഴങ്ങിയിട്ടും ഇല്ല. ബഗ്ദാദിൽ ഉറങ്ങുന്ന ഷെയ്ഖ് അബ്ദുൽ ഖാദിർ മുതൽ കുണ്ടൂരിൽ ഉറങ്ങുന്ന ഷെയ്ഖ് അബ്ദുൽ ഖാദിർ വരെ നമ്മോട് പറഞ്ഞത് ഇതാണ്. മുരീദി തമസ്സക് ബി വകും ബി വാസിഖാ. എന്നെ പിടിച്ചവർ ഏതും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. സയ്യിദുനാ മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഭവാമി യുഗേ യുഗേ. ചരിത്രം പിന്നെയും ആവർത്തനങ്ങൾ, പ്രകമ്പനങ്ങൾ ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൂസ അലൈഹിസ്സലാം അക്കരെ പോയപ്പോ ഫറോവ പറയുന്നു, നമുക്കൊരു യാത്ര നടത്താം, പോകാം. ആലോചിച്ചു നോക്കണം. ഫറോവ വലിയ ആളാണ്, വലിയ ആളാണ് അയാൾ.
അയാൾക്ക് അധികാരമുണ്ട്. ശിങ്കിടികടമ്പാടും മഹാസൈന്യങ്ങൾ, വിശാലമായ ഭൂപ്രദേശം, നൈൽ നദി ഒന്നാകെ അങ്ങനെയും. ഇതൊക്കെ ഉണ്ടായിട്ട് വിനാശകാലെ വിപരീത ബുദ്ധി. അയാൾക്ക് അപ്പോഴങ്ങനെയാ തോന്നിയത്, നമുക്കും പോകാം എന്ന് പറഞ്ഞു. എന്തു ചെയ്യും? മുഖ്യമന്ത്രിമാര് ഖനിയിലിറങ്ങി മാനം കെട്ടാൽ, വലിയ ആൾക്കാർ നടുവിലിറങ്ങി വഷളായിപ്പോയാൽ എന്തു ചെയ്യും? ആരും ഇങ്ങനെയൊന്നും തരം താണു പോകാൻ പാടില്ല. ഫറോവ വെള്ളത്തിലിറങ്ങി അല്ല, നടുവിൽ കണ്ട ആ പാതയിലേക്ക് ഇറങ്ങി നിന്നു. കുഴപ്പമൊന്നും പറ്റിയില്ല. സമയമായപ്പോ നടുവിലെത്തിയപ്പോൾ അള്ളാഹു ബെല്ലടിച്ചു. പെട്ടെന്ന് വെള്ളം തമ്മിൽ കൂടിച്ചേരുന്നു. ഇനി എന്താണ് അവസ്ഥ? ഫറോവ കുമിളകൾ എണ്ണുകയാണ് വെള്ളത്തിൽ. വെള്ളം വന്നാ പിന്നെ അതാണ് അവസ്ഥ കേട്ടോ. ആർക്കും ഒന്നും പിടിച്ചാൽ കിട്ടൂല. കെട്ടൊന്നു പൊട്ടിയാൽ പിന്നെ ഉമ്മൻ ചാണ്ടിയില്ല, പൊലടിച്ചി തലൈവി ഇല്ല, ആർക്കും നിലനിൽപ്പില്ല. എല്ലാവരും ആലോചിക്കുന്നത് നല്ലതാണ്. മാനവികത ഓർമ്മ വേണം. 30 ലക്ഷം ജനങ്ങളെ ജീവിതം, 45 ലക്ഷം ജനങ്ങളുടെ വസ്തുവകകൾ, 4 കോടിയോളം ജനങ്ങളുടെ ആത്മാഭിമാനം, എല്ലാം എല്ലാവരും ഓർക്കേണ്ടതാണ്. പലരും അത് മറന്നുപോയി എന്ന സങ്കടം മാനവികതയുടെ സന്ദേശയാത്രക്കിടയിൽ നമുക്ക് ഓർമ്മപ്പെടുത്തേണ്ടി വരികയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, എന്തിനു പറയണം? ഞാനോ ഒറ്റ വാക്ക് പറഞ്ഞോട്ടെ. 30 ലക്ഷം ജനങ്ങളുടെ ജീവൻ വല്ല വിലയും ആരെങ്കിലും കണ്ടോ എന്നൊരു ചെറിയ സങ്കടത്തിന്റെ ചോദ്യം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുല്ലപ്പെരിയാർ ഡാമിന് വല്ലതും സംഭവിച്ചാൽ താഴെ ഒരു ഡാമുണ്ട്. ആ ഡാം എല്ലാം കൂടി താങ്ങിയാൽ വലിയ കുഴപ്പമില്ല. സഹുവിന്റെ സുജൂദാണ്, അതുകൊണ്ട് ജബ്ർ ചെയ്താൽ സാരമില്ല. അവിടെ കൂടി വല്ലതും സംഭവിച്ചാൽ പിന്നത്തെ കഥ എന്താണ്? മൂവാറ്റുപുഴ അവിടെ ഉണ്ടാവില്ല. ആലുവ മഹാനഗരം അവിടെ കാണില്ല. അറബിക്കടലിന്റെ വെനീസ്, 1000 ആണ്ടുകളുടെ കഥ പറയുന്ന കൊച്ചി മഹാനഗരത്തിന്റെ അവശിഷ്ടങ്ങൾ അറബിക്കടലിന്റെ മറ്റേ അറ്റത്ത് പോയി അന്വേഷിച്ചാൽ മതിയാകും. അതാണ് അവസ്ഥ. ഇടുക്കിയിൽ നിന്നാണ് കരണ്ടൊക്കെ വരുന്നത്. ഇലക്ട്രൂസും പാനൂസും ഇല്ലാത്ത ഒരു ലോകത്തേക്ക് നമ്മുടെ നാട് ആ രൂപത്തിൽ വലിച്ചിഴക്കപ്പെടും. ആരെങ്കിലും ഓർത്തോ? ഇല്ലേ? ചിന്തിച്ചു നോക്കുക. ഒന്നും ആരും ഇതുവരെ ചെയ്തിട്ടില്ല എന്നതാണ് സത്യം. കുറെ സ്കൂൾ കുട്ടികളെ കൊണ്ട് വെയിൽ കൊള്ളിച്ചു, വേറൊന്നും നടന്നില്ല. സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ടുപോയി വെയിൽ കൊള്ളിച്ചു, വേറെ ഒന്നും എവിടെയും നടന്നിട്ടില്ല. അതൊരു സങ്കടമായി അവശേഷിക്കുകയാണ്. രാഷ്ട്രീയക്കാരൻ വോട്ടിന്റെ ഭാഷയിൽ മാത്രം ചിന്തിച്ചു, ചോരയുടെ ഭാഷയിൽ ചിന്തിച്ചില്ല, കണ്ണുനീരിന്റെ ഭാഷയിൽ ചിന്തിച്ചില്ല, മുലപ്പാലിന്റെ മണം നമ്മൾ ആരും കാണിച്ചില്ല. അതാണ് പ്രശ്നം. തമിഴ്നാട്ടിൽ വോട്ട് മാത്രം ഓർമ്മയുള്ള വൈക്കോല് തിന്നുന്ന കുറെ നേതാക്കന്മാരുണ്ട്. നമ്മളെ നാട്ടിലെ ആൾക്കാർ ഇവിടെ വെള്ളമുള്ള സ്ഥലമാണ്, വൈക്കോല് തിന്നേണ്ട കാര്യമില്ല. എന്നിട്ട് എന്തിനാ വൈക്കോല് തിന്നാൻ പോയത്? 2 ഇല തിന്നാ പോരെ? ചപ്പാത്തി അവിടെ എല്ലാം കൂടി ഉപവാസം ഇരുന്നവരൊക്കെ എഴുന്നേറ്റ് പോയി. എന്തുണ്ടായി എന്ന് ചിന്തിക്കണം. കുറെ കേരളക്കാരുടെ ഹോട്ടലുകൾ കത്തിച്ചാമ്പലായി, കുറെ കടകൾ കയ്യേറി, ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ട് വയറിൽ മുടുക്കി ഉടുത്ത് സമ്പാദിച്ചതത്രയും അണ്ണാച്ചികൾ തട്ടിയെടുത്ത് എന്തെല്ലാമോ സംഭവിച്ചു. രാഷ്ട്രീയക്കാരൻ വെറുതെ ബഹളം വെച്ചതുകൊണ്ട് കിട്ടിയ നേട്ടം. ഡൽഹിയിലെത്തുമ്പോ എല്ലാവരും നിറം മറന്നുപോയി, തനി മദ്രാസിയായി കളഞ്ഞു. പണ്ടേ നമുക്കുള്ള ഒരു മദ്രാസി എന്നാണ്. ഡൽഹിയിലെത്തിയാൽ മദ്രാസിയുടെ കുപ്പായമിട്ട് ഒന്നും ഉരിയാടേ ഉണ്ടൂല്ല. ഈ അവസ്ഥ വന്നു ചേർന്നത് സങ്കടമുള്ളൊരവസ്ഥയാണ്. ഞാൻ കൂടുതൽ അതേക്കുറിച്ച് പറയുന്നില്ല. നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം പോവുകയാണ്. എങ്ങോട്ട്? റഷ്യയിലേക്ക് പോയി. റഷ്യ തിരക്കിട്ട് പായുമ്പോ വിമാനത്താവളത്തിൽ വെച്ചൊരു ചെറിയ പത്രസമ്മേളനം. പത്രക്കാര് കാത്തു നിൽക്കുമ്പോ മൂപ്പര് പറഞ്ഞു, പലസ്തീനും ഇസ്രായേലും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്, ആ പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കേണ്ടതാണ്. സാധുവാണ്, നല്ല മനുഷ്യൻ. 75 കൊല്ലമായി ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള കച്ചറ. അത് പരിഹരിക്കാൻ എന്താ പരിഹാരം? ചർച്ച ചെയ്ത് പരിഹരിക്കണം. സ്വാലിഹായ മനുഷ്യൻ, നല്ല അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അദ്ദേഹം പറയേണ്ടിയിരുന്നു. പറഞ്ഞോ? നിങ്ങൾ കേട്ടോ? ഉമ്മൻചാണ്ടിയും പൊലടിച്ചി തലേവിയും കൂടി കുത്തിയിരുന്ന് അതൊന്ന് ചർച്ച ചെയ്യണം എന്ന് മൂപ്പര് പറഞ്ഞിരുന്നെങ്കിൽ അത് പറയാനുള്ള ആഫിയത്ത് അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ദുആ ചെയ്യുക. നമുക്ക് വേറെ എന്തു ചെയ്യാൻ കഴിയും? ഞാൻ കൂടുതൽ പറയുന്നില്ല. വെള്ളം വന്നാൽ ഫറോവയുടെ അവസ്ഥ, ആരുടെയും അവസ്ഥ കുമിളകൾ എണ്ണുകയാണ്. ഡാം പൊട്ടിയാൽ പിന്നെ ഒന്നും പറയാനാവില്ല.
അള്ളാഹു കാക്കട്ടെ. ഒരേ ഒരു പോംവഴി, ചുഴലിക്കാറ്റ് താനേ ഉണ്ടാകുന്നതല്ല, എല്ലാം വെറുതെ സംഭവിക്കുന്നതല്ല, എതിർച്ഛയാ, ആക്സിഡന്റലി ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. പരിഹാരം ഒരേ ഒരു വാക്ക്, അല്ലദീന ആമനു ഫിൽ ഹയാത്തി ദുനിയ, ഇഹലോകത്ത് രക്ഷ വേണോ പരലോകത്ത് രക്ഷ വേണോ, അൽ ഖൗലു സാബിത്, പ്രാർത്ഥന, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അടച്ചവനെ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ എന്നും പൊട്ടാതെ പിടിച്ചു നിർത്താൻ പടച്ചവന് സാധിക്കും. വീരവാദമല്ല, വെറുതെ പറയുകയല്ല. മറജൽ ബഹ്റൈനി യൽതഖിയാൻ, അറ്റ്ലാന്റിക്കിന്റെ ആഴങ്ങളിൽ നമുക്ക് കാണാം ചിലയിടങ്ങൾ ഉപ്പുവെള്ളവും ശുദ്ധജലവും തമ്മിൽ നൂൽ ബന്ധം പോലും ഇല്ല, പക്ഷേ രണ്ടും രണ്ടായി തന്നെ നിലനിൽക്കുന്നു. ഒരു കെട്ടുമില്ല, ഒരതിരുമില്ല, ഒരു മറയുമില്ല. മറയുണ്ടു താനും. തോണി ഇങ്ങനെ വെച്ച് ഒരറ്റത്തു നിന്ന് പൊക്കറ്റിൽ കോരിയെടുക്കുന്നത് മിൽഹുൻ ഉജാജ്, പുളിപ്പൻ വെള്ളമാണ്. മറുഭാഗത്ത് ബക്കറ്റിൽ കോരിയെടുക്കുന്നത് അദ്ബുൻ ഫുറാത്ത്, പ്യൂർ നാച്ചുറൽ വാട്ടറാണ്. അറ്റ്ലാന്റിക്കിൽ ഇങ്ങനെയുണ്ടെങ്കിൽ, ശാന്തസമുദ്രത്തിൽ പലയിടത്തും ഇങ്ങനെയുണ്ടെങ്കിൽ, തിരമാലകൾ മലകണക്കിന് ഉയർന്നു പൊങ്ങുമ്പോഴും കാറ്റൊന്നാകെ കോളുകളായി കടലിൽ പടർന്ന് വ്യാപിക്കുമ്പോഴും, മർജൽ ബഹ്റൈനി യൽതഖിയാൻ, സമുദ്രങ്ങൾ തമ്മിൽ ചേരാതെ രണ്ടുമിനുമിടയിൽ സുന്ദരമായൊരു ഭിത്തി, നമ്മളാരും കാണാത്ത ഭിത്തി, അത് സംരക്ഷിച്ച് കാറ്റിനെയും കടലിനെയും പ്രകൃതിയെ മുഴുക്കെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന തമ്പുരാൻ. അതാണ് നമ്മൾ ബോധമായി ഉൾക്കൊള്ളേണ്ടത്. ദിവ്യത്വം ബടായിയൊക്കെ മാറ്റിവെച്ചേക്കുക, മനുഷ്യത്വം മുറുകെ പിടിക്കുക, മാനവികത മുഖമുദ്രയായി സ്വീകരിക്കുക. നമ്മൾ മാറ്റിക്കളയണം മൃഗീയത, തീരെ പാടില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫറോവ വെള്ളത്തിൽ ഇങ്ങനെ നീന്തി തുടിക്കണ നേരത്ത് അള്ളാഹു പറഞ്ഞു അവനോട്, എന്താണിപ്പോ ഹാല്? ഫറോവ ആ നേരത്ത് പറഞ്ഞു, അനമിനൽ മുസ്ലിമീൻ, ഞാനിതാ വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അയാൾ ആർത്തു വിളിച്ചു, ആമന്തു ബിറബ്ബി മൂസ വ ഹാറൂൻ, ഞാൻ മൂസയെ വിശ്വസിച്ചു, ഹാറൂനെ വിശ്വസിച്ചു, രണ്ടു പ്രവാചകന്മാരെയും വിശ്വസിച്ചു. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ടൊക്കെ വിശ്വസിച്ചു. അള്ള പറഞ്ഞു, ആന ഇപ്പോഴല്ലേ കൂട്ടൂല, ഇപ്പോഴല്ലേ പറ്റില്ല, സ്വീകരിക്കില്ല, സമയം വൈകിപ്പോയി. സഹോദരന്മാരെ, ഡേറ്റ് തീർന്നു പോയാൽ, കാലം കഴിഞ്ഞു പോയാൽ പിന്നെ ഒന്നും സ്വീകരിക്കപ്പെടുകയില്ല. മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നാളെ ചക്രശ്വാസം വലിക്കുമ്പോ, റൂഹ് തൊണ്ടക്കുഴിയിൽ കെട്ടുമ്പോ, കണ്ണിന് മുമ്പിൽ എന്തെല്ലാമോ ചടുല നൃത്തം ചവിട്ടുമ്പോ എല്ലാവർക്കും കുമ്പസരിക്കാൻ തോന്നും, യാതൊരു ഫലവും ഇല്ല. അതേപോലെ മറ്റൊരു മുഹൂർത്തം, ഇന്ന് കിഴക്കുടിക്കുന്ന സൂര്യൻ നാളെ ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ കുപ്രഭാതത്തിൽ പടിഞ്ഞാറുദിച്ചതായി കാണപ്പെടും. നേരം പുലർന്നപ്പോ വീടും പുരയിടവും എല്ലാം കൂടി തിരിച്ചു വെച്ചൊരു പ്രതീതി എല്ലാവർക്കും. ഇന്നെന്താ ഇവിടുന്ന്? അരമണിക്കൂർ കൊണ്ട് ലോകത്തൊന്നാകെ ഫ്ലാഷ് ന്യൂസുകൾ മിന്നും, ചർച്ചകൾ പൊടിപൊടിക്കും. ഇന്ന് സൂര്യൻ ഉദിച്ചത് ഇങ്ങോട്ടാണ്. ചർച്ചകളൊന്നും സൂര്യന് ഓർമ്മയില്ല. സൂര്യൻ ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ, ഞാനൊരു മാവിലായിക്കാരനാണേ, നേരെ മേൽക്കും മുകളിൽ വന്നു നിൽക്കും. എന്നിട്ടൊന്നും അറിയാത്ത പോലെ സൂര്യൻ പിന്നോട്ട് പടിഞ്ഞാറേക്ക് തന്നെ പോയി അവിടെ തന്നെ അസ്തമിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഭൂമിയുടെ മറുപുറത്ത് 2 രാത്രിയിലേറെ, 3 രാത്രിയോളം സമയം ജനങ്ങൾ കണ്ണ് കാത്തിരിക്കുകയാണ്. പകലോൻ എവിടെ പോയി? കാണുകയില്ല. ഭൂമി ഉരുണ്ടതാണ്, സംക്രമണം ഇങ്ങനെ നടക്കുകയാണ്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പഠിപ്പിച്ചതാണ്, കിഴക്കുദിക്കുന്ന സൂര്യൻ പടിഞ്ഞാറുദിക്കുന്ന സമയം വന്നാൽ ഇനി ആർക്കും മെമ്പർഷിപ്പ് കിട്ടിയിട്ട് കാര്യമില്ല. മെമ്പർഷിപ്പ് ഒന്നും ഇനി സ്വീകരിക്കുകയില്ല. ഇനി നേരത്തെ നല്ലവരല്ലാത്തവർ പുതുതായി എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ട് പ്രയോജനമില്ല. ഇതാണ് സംഭവിക്കുന്നതെങ്കിൽ, ഫറോവ വെള്ളത്തിൽ കിടന്നിങ്ങനെ ചക്രശ്വാസം വലിക്കുമ്പോ ആമന്തു ബിറബ്ബി മൂസ വ ഹാറൂൻ പറഞ്ഞു, അനമിനൽ മുസ്ലിമീൻ, ആർത്തു വിളിച്ചു. അള്ളാഹു പറഞ്ഞു, നീ എന്തെല്ലാമോ ചെയ്തു കൂട്ടിയിട്ടുണ്ട്, അവസരം നഷ്ടപ്പെട്ടു, മിണ്ടിപ്പോകരുത്. ഫറോവ വെള്ളത്തിൽ കിടക്കുന്ന നേരം സുഹൃത്തുക്കളെ അള്ളാഹു പറഞ്ഞു, ഫൽയൗമ, ഇന്നത്തെ ദിവസം ഏതാണോ നിനക്ക് ഓർമ്മയുണ്ടോ? ജഗജില്ലിയാണവൻ, കൊലകൊല്ലിയാണവൻ, ചിഹ്നം വിളിച്ചു നടന്ന ഒറ്റയാനാണവൻ, ദൈവം ഞാൻ തന്നെയാണെന്ന് ബഹളം കൂട്ടിയ മനുഷ്യൻ. ഇന്നത്തെ ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? മുഹറം 10,
വർഷത്തിലെ ആദ്യത്തെ മാസം ഞാനും ഒന്ന് ന്യൂ ഇയർ ആഘോഷിക്കട്ടെ. അല്ലാഹ് പറഞ്ഞു നിന്നോട്, ഫറോവയോട് എന്താ പറയുന്നത്? നീ കടലിൽ ആണ്ടുപോവുകയില്ല, ചളിയിൽ പുതഞ്ഞു പോവുകയില്ല, തീരങ്ങളിൽ അടിഞ്ഞുകൂടി നിന്നെ ഏതെങ്കിലും കുറുക്കനും കോഴിയും പട്ടിയും ഒന്നും കൊത്തിവലിക്കില്ല. നിന്നെ കടലിന് നടുവിൽ കൊമ്പൻ വമ്പൻ സ്രാവുകൾ, ഡോൾഫിനുകൾ, തിമിംഗലങ്ങൾ വെട്ടി വിഴുങ്ങുകയുമില്ല. നിന്റെ ശരീരം ഇവിടെ കിടക്കും, ഇവിടെ വെച്ചുകൊണ്ടിരിക്കും. നൂറ്റാണ്ടുകൾക്കു ശേഷം കണ്ടെടുക്കപ്പെടാൻ ലിതകൂന ലിമൻ ഖൽഫക ആയ, ലോകാവസാനം വരെ ഉള്ള ജനങ്ങൾക്ക് പാഠമാകാൻ നിന്നെ ഞാൻ കസ്റ്റഡിയിലെടുക്കുന്നു. പടച്ചവൻ ഫറോവയോട് പറഞ്ഞ വാക്ക് പാലിച്ചുവോ ഇല്ലേ? നേരം പുലരുവോളം കൂകി വിളിക്കുന്നവർ ആലോചിക്കണം. പടച്ചവനെ മറന്ന് പള്ളികളിൽ പോലും തോന്നിവാസം പ്രസംഗിക്കുന്നവർ ആലോചിക്കണം. വൈകുന്നേരമായ വീട്ടു പോകാനുള്ള വഴി അറിയില്ല, മുണ്ട് അരയിൽ നിൽക്കുന്നില്ല, ഉടുമുണ്ട് റോഡിലാണ്, കീശയിലുള്ളതൊക്കെ ചിതറിക്കടപ്പാണ്. മൃഗങ്ങൾക്കൊപ്പം ഈ രൂപത്തിലായി പോകുന്നവരുണ്ടെങ്കിൽ ചിന്തിക്കണം. ഫറോവ അല്ലാഹു അവന് പണി കൊടുത്തോ? വാക്കു പാലിച്ചുവോ? പടച്ചവൻ അവനെ എന്തു ചെയ്തു? ആലോചിച്ചു നോക്കുക നല്ലവണ്ണം. ഒരാളും മരിച്ചാൽ എന്താ സംഭവിക്കുന്നത്? എല്ലാവരും കൂടി കുളിപ്പിച്ച് പുതപ്പിച്ച് നിസ്കാരം നിർവഹിച്ച് കുഴിയെടുത്ത് അയാളെ കൊണ്ടുപോയി സംസ്കരിക്കുകയാണ്. പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ എന്തോ ഒച്ചപ്പാട്. ആരോ പറഞ്ഞു ഇത് സ്വാഭാവിക മരണമല്ല, ഇത് മക്കളോ മരുമക്കളോ തല്ലിക്കൊന്നതാ. സംഭവിക്കാം. അങ്ങനെ വരുമ്പോ കലക്ടറും ഉത്തരവും ഒക്കെയായി വന്നിട്ട് പറഞ്ഞു പള്ളിക്കാട് തോണ്ടണം, ഖബറ് മാന്തണം. ഒടുവിൽ മാന്തി 10 ദിവസം കഴിഞ്ഞ കാണുന്നത് 10 എല്ലുകളും 10 കോടി പുഴുക്കളുമാണ്, വേറെ ഒന്നും കാണില്ല. ഇവിടെ 3000 കൊല്ലം പഴക്കമുള്ളൊരു ഡെഡ് ബോഡി ഒന്നും നശിക്കാതെ പടച്ചവൻ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നു. നുനജ്ജീക ബിബദനിക്, നിന്നെ ഞാൻ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമടാ. അള്ളാഹു അവനോട് പറഞ്ഞു. ഈ പ്രദേശത്തെ അങ്ങാടിയിൽ ഉണക്ക മത്സ്യം എവിടെ കിട്ടും, വെറ്റിലയും പുകലയും ഒക്കെ എവിടെ കിട്ടുമെന്ന് ആലോചിക്കുന്ന പ്രായമുള്ള മുറുക്കുന്ന ആൾക്കാരൊക്കെ അവിടെ പോയി നോക്കുമ്പോഴും മണക്കുന്ന ഏരിയ, കൊട്ടയിൽ വളച്ചു വെച്ചിരിക്കുന്നു ഉണക്കലേട്ട, കീറിയ സ്രാവിന്റെ പൊളികളും കഷണങ്ങളും. ഇതുപോലെ വലിയൊരു തമ്പുരാനെ, അയ്യേ സങ്കടം, കിടക്കുന്ന കണ്ടില്ലേ? ഇവനെ പടച്ചവൻ കുളിപ്പിച്ചു കിടത്തി, ഉപ്പിലിട്ടു വെച്ചു. അല്ലാഹു, കാലമെത്രയായി സുഹൃത്തുക്കളെ. കാണാത്തവരുണ്ടോ? അറിയാത്തവരുണ്ടോ? വിവരം കേൾക്കാത്തവരുണ്ടോ? സകലരും കണ്ടിട്ടുണ്ട്. വെബ്സൈറ്റുകളിൽ, ചാനലുകളിൽ. മ്യൂസിയത്തിൽ പോകണമെന്നില്ല, ഈജിപ്ത് പോകണമെന്നില്ല. വേൾഡ് ഹെറിറ്റേജ് സീരീസ്, ലോകത്തിന്റെ പൈതൃകത്തിന്റെ പട്ടികയിൽ ഒന്നാമത്തേത് എന്താണ്? അത് ഇതാണ് സാധനം. ഇതാണ് ഈജിപ്തിലെ സൂക്ഷിക്കപ്പെട്ട ഡെഡ് ബോഡികൾ. ഈ ഡെഡ് ബോഡികൾ നമ്മോട് കഥ പറയുന്നുണ്ട്. കേൾക്കാത്തവരുണ്ടോ? അറിയാത്തവരുണ്ടോ? ആരും അറിയാത്തവരില്ല. അതാ വരുന്നു ടിൻഡുമോൻ. ഉള്ള ഫലിതമെല്ലാം കൂടി പറയാൻ നമ്മൾ ആ കുട്ടിക്ക് കരാറ് കൊടുത്തിരിക്കും. ടിൻഡുമോന്റെ ഫലിതം വീട്ടിൽ വെച്ച് ചോദിക്കുന്നു, ഡാഡി ഈജിപ്റ്റ് പോയിട്ടുണ്ടോ? ഡാഡി പറഞ്ഞു ഇല്ല, ഡാഡി ഈജിപ്റ്റ് പോയിട്ടില്ല. ടിൻഡുമോൻ ചോദിക്കാന്, ഡാഡി ഈജിപ്തിലൊന്നും പോയിട്ടില്ലെങ്കിൽ ഡാഡിക്ക് പിന്നെ ഈ മമ്മിനെ എവിടുന്നാ കിട്ടിയത്? മമ്മി ഈജിപ്തിലാണുള്ളത്. അറിയാത്തവരില്ല. കുട്ടികൾക്ക് പോലും അറിയാം. ടിൻഡുമോനൊക്കെ അറിയാം. മമ്മി ഈജിപ്തിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള പുരാതന ഡെഡ് ബോഡികൾ. ആ ഡെഡ് ബോഡികൾ കുറെ കഥ പറയുന്നുണ്ട്. നോബൽ സമ്മാനങ്ങൾക്ക് ഒന്നിലേറെ തവണ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മോറിസ് ബുഖായി എന്ന ശാസ്ത്രജ്ഞൻ, അദ്ദേഹം ഈജിപ്തിലേക്ക് പോയി ആ ഡെഡ് ബോഡികളെ പഠിച്ചു. അദ്ദേഹം പറഞ്ഞു, സർട്ടൻലി ഹി ഈസ് ദ റിയൽ പേഴ്സൺ. ഇയാളാ മറ്റേ ആള് തന്നെ. മോശെ പ്രവാചകന്റെ പ്രതിയോഗിയായി ചരിത്രത്തിലുള്ള റംസീസ് രണ്ടാമന്റെ മകൻ മുംഫത്താഹ്, റംസീസ് മൂന്നാമൻ, അവനാണിത് സാധനം. കാലനിർണയം ഇവിടെ നടക്കും. ആർക്കും കാലം നിർണയിക്കാൻ കഴിയും. ജാംബവാന്റെ കാലത്തെ ഫോസിലുകൾ ഉണ്ടെങ്കിൽ അതിന്റെയൊക്കെ സമയം നിർണയിക്കുന്നതിന് ഐസോട്ടോപ്പിക് പരീക്ഷണ സംവിധാനങ്ങൾ നിലവിലുള്ള കാലം ഇത് അയാൾ തന്നെയാണ്. മുംഫത്താഹ് ഇബ്നു റംസീസ് അസാനി, റംസീസ് രണ്ടാമന്റെ മകൻ, റംസീസ് മൂന്നാമൻ, അവനാണിത് കക്ഷി. ഇയാളുടെ മുങ്ങി മരണം ബൈബിളിലുണ്ട്, പഴയ പുതിയ നിയമങ്ങളിലൊക്കെയുണ്ട്. പക്ഷേ ഇവനെ പടച്ചവൻ കുളിപ്പിച്ചു കിടത്തിയത്, ഉപ്പിലിട്ട് സൂക്ഷിച്ചത്, ലോകത്തിന്റെ നെറുകയിൽ കെട്ടിത്തൂക്കിയത്
ഒരു വേദത്തിലും പറഞ്ഞിട്ടില്ല. ഇതാ ഖുർആൻ പറഞ്ഞിരിക്കുന്നു. ദിവ്യത്വം പരിശുദ്ധ ഖുർആൻ, ദൈവികത ഖുർആൻ തെളിയിക്കുന്നു. കാലത്തോട് സംവദിക്കുന്ന ഗ്രന്ഥമാണിത്. ജൂതനായ മോറിസ് ബുഖായി അന്നു മുതൽ മുസ്ലിമാണ്, ഇസ്ലാമിക വിശ്വാസിയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്റെയൊക്കെ നാടുകളിൽ, കോഴിക്കോടൻ ഗ്രാമങ്ങളിൽ തേങ്ങ വെട്ടി ഉണക്കിയിട്ട് കൊപ്രയും വെളിച്ചെണ്ണയും ഒക്കെ ഉണ്ടാക്കുന്ന കർഷകന്മാർ, തേങ്ങായുടെ മുറികൾ കാക്ക എടുത്തുകൊണ്ടു പോകാതിരിക്കാൻ ഒരു ചെറിയ പരിപാടി, ചകിരി കരിച്ചിട്ട് ഒരു പൊളി അവിടെ എടുത്ത് നാട്ടി വയ്ക്കും. എന്നാ പിന്നെ കാക്ക അങ്ങോട്ടൊന്നും വരില്ല. പണ്ടത്തെ കഥയാണ്. ഇപ്പോഴത്തെ കാക്കാമാരൊന്നും അങ്ങനെയല്ല. കാക്കാന്ന് പറഞ്ഞാൽ കറുത്ത പക്ഷിയൊന്നും ഇല്ല. ഇപ്പോ പിന്നെ ഏതെങ്കിലും ഒരു കാക്കയെ എങ്ങനെയെങ്കിലും പിടികൂടി അതിന്റെ ചിറകെങ്കിലും അവിടെ എങ്ങനെ കാണിച്ചാൽ പിന്നെ അങ്ങോട്ടൊന്നും വരില്ല കാക്കകളൊന്നും. ഇതേപോലെ ഒരു പരിപാടി അള്ളാഹു ചെയ്തു വച്ചിരിക്കുന്നു. കാണുന്നില്ലേ ആ ഡെഡ് ബോഡി? അള്ളാഹു ചെയ്തു വെച്ച പരിപാടിയാണ്. വഹാബ കുല്ലു ജബ്ബാരിൻ അനീദ്. എല്ലാ പോക്കിരികൾക്കും പടച്ചവൻ ഓരോരോ പണി കൊടുത്തിട്ടുണ്ട്. അറിയാത്തവരുണ്ടോ? കാണാത്തവരുണ്ടോ? ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു എന്ന് സോറണ്ട. സോറി പറയാൻ ആരെയും സമ്മതിക്കില്ല. എക്സ്ക്യൂസ് പറയാൻ അവസരമില്ലാത്ത രൂപത്തിൽ എല്ലാം പടച്ചവൻ വ്യക്തമായി നമ്മോട് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു യൂനുസിലെ 91-ാമത്തെ വചനം, ആ വചനത്തിലാണ് ഫറോവയോട് അള്ളാഹു പറഞ്ഞത്, നിനക്ക് ഞാനിതാ ഒരു പണി തരുന്നു എന്ന കാര്യം. അള്ളാഹു വാക്കുപാലിച്ചു. നുനജ്ജീക ബിബദനിക്, നിന്റെ ശരീരത്തെ ഞാൻ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചത് കാണാം. ഈ ആയത്തുകളുടെ വ്യാഖ്യാനം പറയുന്നിടത്ത് നുനജ്ജീക ജീമു കൊണ്ട് വായിക്കാം, അതേപോലെ നുനഹീക ഹാഉ കൊണ്ടും ഓതാം. നുനഹീക എന്ന് ഓതിയാൽ അപ്പോൾ അതിന്റെ അർത്ഥം നജഅലുക അലാ നാഹിയത്തിൻ, നിന്നെ ഞാനൊരു അരിക്കാക്കും എന്ന് പടച്ചവൻ, നിന്നെ ഞാൻ മൂലക്കിരുത്തും എന്നാണ് അള്ളാഹു പറയുന്നത്. ചെയ്തോ ഇല്ലേ? ഉവ്വോ ഉണ്ടോ? ആർക്കാണ് മനസ്സിലാകാൻ സാധിക്കാത്തത്? ഇത് വലിയൊരു പോക്കിരിക്ക് അള്ളാഹു കൊടുത്തതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതുകൊണ്ട് കള്ളുകുടിച്ച് കൂത്താടുക, തോന്നിവാസങ്ങൾ എന്തെങ്കിലും കാണിച്ചു കൂട്ടുക, ആഭാസങ്ങൾ കൊണ്ട് നാട് കുഴച്ചു മറിഞ്ഞ് എന്തെല്ലാം നമ്മുടെ നാടുകളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ ചിന്തിക്കണം, നമ്മൾ നന്നാകണം, നമ്മൾ ഉണരണം. നമ്മൾ ഒന്നും തിരിയാത്ത മറ്റു ചിലരെ പോലെയൊന്നും ആകാൻ പാടില്ല. അവരെക്കാൾ കഷ്ടമായി പോകുന്ന സങ്കടങ്ങളാണ് നമ്മുടെ നാടുകളിൽ ഇപ്പോൾ ആവർത്തിക്കപ്പെടുന്നത്. മറ്റു മതസ്ഥരെ എന്തിനു കുറ്റം പറയണം? മറ്റു നാട്ടുകാരെ എന്തിനു കുറ്റം പറയണം? തൃശൂരിന്റെ ഗ്രാമപ്രദേശങ്ങളിൽ സൗമ്യയുടെ ആ പാവം പെൺകുട്ടിയുടെ കണ്ണുനീര് പടർന്നല്ലോ. ഗോവിന്ദച്ചാമിയോട് നാട് മുഴുവനും പ്രതികരിച്ചല്ലോ. അയാൾക്ക് വധശിക്ഷ വിധിച്ചപ്പോ കേരളം ഒന്നാകെ തുള്ളിച്ചാടി ആർത്തുവല്ലോ. നമുക്കതൊക്കെ ചെയ്യാൻ അവകാശമുണ്ടോ സഹോദരന്മാരെ? ബംഗാളി പെൺകുട്ടി പാവപ്പെട്ടൊരെണ്ണം 1-2 ബന്ധുക്കൾക്കൊപ്പം തന്നെ കേരളത്തിന്റെ ഗ്രാമങ്ങൾക്കിടയിൽ സഞ്ചരിക്കുമ്പോ ഞാൻ എന്തിനു കൂടുതൽ പറയണം? മലയാളി, കൊലയാളി പേര് പറയാൻ നാണം തോന്നുന്നു. ആ ബംഗാളി പെൺകുട്ടിയെ കടന്നുപിടിച്ച് കൂട്ടമായി മാനഭംഗപ്പെടുത്തി ലോറിയിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ട് കുടുംബാംഗങ്ങളെയൊക്കെ വിഷമോ കള്ളോ കുടിപ്പിച്ചിട്ട് ഇതൊക്കെ ചെയ്തു തീർത്തത് മലയാളിയാണ്. നമ്മൾ അന്വേഷിക്കണം, നമ്മൾ അറിയണം. നമ്മുടെ സമുദായത്തിന്റെ പേര് അതാണ് നമ്മൾ പത്രങ്ങളിൽ അച്ചടിച്ചു കാണുന്നത്. ലജ്ജിക്കുക, നാണിക്കുക. മനുഷ്യൻ നാറിയാൽ ഇതിനപ്പുറവും മനുഷ്യന് ചേരും. അതാണ് അവസ്ഥയെങ്കിൽ എന്താണ് നമുക്ക് സംഭവിച്ചത് നമ്മൾ ആലോചിക്കണം. മാനവികത തിരിച്ചറിയുക, ദൈവികത ബടായി ഒഴിവാക്കുക, മൃഗീയത നമ്മൾ ഒഴിവാക്കിയിട്ട് അള്ളാഹുവിന്റെ അനുസരണയുള്ള നല്ല അടിമകളായി നമ്മൾ ജീവിച്ചാൽ വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്. ആകാശത്തിൽ നിന്ന് ഭൂമിയിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് വിഭവങ്ങളെമ്പാടും സമൃദ്ധി നിങ്ങളെ മൂടും. നിങ്ങൾക്ക് ധന്യത കൈവരും. നിങ്ങളെ അള്ളാഹു ബറക്കത്ത് തന്ന് അനുഗ്രഹിക്കും. പരിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ സജ്ജനങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. കൂടുതലൊന്നും പറയുന്നില്ല. സബഇനെ കുറിച്ച് അള്ളാഹു പറഞ്ഞതാണ്, ബൽദത്തുൻ ത്വയ്യിബത്തുൻ, നല്ല നാടാണ്. റബ്ബുൻ ഗഫൂർ, ഉദാരനായ റബ്ബു. ആ രണ്ടും കൂടി ഒന്ന് ഞാൻ മലയാളത്തിൽ പറയട്ടെ. ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാട്.
ബൽദത്തുൻ ത്വയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂർ, ഉദാരനായ റബ്ബും നല്ല നാടും. ആ നാട്ടിൽ കൃമിയില്ല, കീടമില്ല, ചാഴിയില്ല, പാറ്റയില്ല, കൂറയില്ല.